എല്ലാവർക്കും നമസ്കാരം. ബി.ജെ.പിയുടെ കേരളത്തിലെ അക്കൗണ്ട് മണിച്ചിത്രത്താഴിട്ട് പൂട്ടാൻ നടന്ന് സ്വയം തോറ്റുപോയ ശിവൻകുട്ടി സഖാവ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് സ്വയം ട്രോളിയതാണോ അതോ സഖാവ് പിണറായി വിജയനിട്ടോ പണിതതാണോ എന്നറിയില്ല. ചിലപ്പോൾ പിണറായി വിജയനിട്ട് ഒരു പണി കൊടുത്തതാവാനും സാധ്യതയുണ്ട്. പിണറായി വിജയനെതിരെ ഒരുപാട് സഖാക്കൾക്ക് ആ പാർട്ടിയിൽ തന്നെ വിരോധമുണ്ട്. പക്ഷെ ഇവർക്കത് പുറത്ത് കാണിക്കാൻ പേടിയാണ്. സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനുമെതിരെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവരുടെ വിരോധം പുറത്ത് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ആ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയിരിക്കും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അവരുടെ മുന്നിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവർ ഈ വിരോധം ഉണ്ടെങ്കിലും ഇവരെല്ലാം മനസ്സിൽ കടിച്ചൊതുക്കി സ്വയം പല്ല് കടിച്ച് അതങ്ങനെ തീർക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ അങ്ങനെ വിരോധം കൊണ്ടായിരിക്കാം നമ്മളുടെ മുൻ മന്ത്രി ഈ ഫോട്ടോ ഫേസ്ബുക്കിലിട്ടത്. കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു ED റെയ്ഡ് ഉണ്ടായിരുന്നു. ആ റെയ്ഡിനെ തുടർന്ന് ED വന്ന വാഹനങ്ങൾ ആക്രമിക്കുകയും 10-12 പേരെ വാഹനങ്ങൾ ആക്രമിച്ചതിൽ 10-12 പേരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ ജാമ്യമെല്ലാം ബഹുമാനപ്പെട്ട കോടതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യം നിഷേധിച്ചവരുടെ വീട്ടിലേക്കൊക്കെ CPMന്റെ നേതാക്കന്മാർ സന്ദർശനം നടത്തി. അതിൽ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഫോട്ടോയാണ് മുൻ മന്ത്രി സഖാവ് ശിവൻകുട്ടി ഫേസ്ബുക്കിലിട്ടത്. അതായത് സിമെന്റ് തേക്കാതെയും വൈറ്റ് വാഷ് അടിക്കാതെയൊക്കെയുള്ള ഒരു സാധാരണ ചെറിയൊരു വീട് ഈ ED ആക്രമിച്ച കേസിൽ ഉള്ളിപ്പോയ ഒരു വ്യക്തിയുടെ വീടാണ്. ആ വീടിൻ്റെ ദയനീയ അവസ്ഥയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തേക്ക് വിട്ടത്. ഇത് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ ഇൻകുലാബ് സിന്ദാബ എന്ന് വിളിക്കാത്ത, ജീവിതത്തിൽ ഇന്നേ വരെ SFIയുടെയോ DYFIയുടെയോ CPMന്റെ കൊടി അറിയാതെ പോലും കൈകൊണ്ട് തൊടാത്ത വീണ വിജയന് വേണ്ടി സമരം നടത്തി ജയിലിൽ പോയ സഖാക്കൾക്കുള്ള ഒരു മെസ്സേജാണ് എന്ന് എനിക്ക് തോന്നുന്നു മുൻ മന്ത്രി ആ പോസ്റ്റിലൂടെ നൽകിയിരിക്കുന്നത്. വീണ വിജയന് നിങ്ങളുടെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമല്ല, ഒരു പാർട്ടി മെമ്പർഷിപ്പുമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള വീണ വിജയനെതിരെ ED റെയ്ഡ് നടത്തിയപ്പോഴാണ് ഈ പാർട്ടി പ്രവർത്തകർ EDക്കെതിരെ തിരിഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് സഖാവ് പിണറായി വിജയനും ആ വീട്ടിലുണ്ടായിരുന്നു, പിണറായി വിജയന്റെ വീട്ടിലാണ് ED റെയ്ഡ് നടത്തിയെന്നൊക്കെ പറയണ്ട. അതിനുള്ള വ്യക്തമായ മറുപടി സഖാവ് പിണറായി വിജയൻ പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ നൽകിയിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു, എന്നോട് ED ഒരു കാര്യവും ചോദിച്ചില്ല, എന്നോടൊന്നും ചോദിച്ചില്ല എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് സഖാവ് പിണറായി വിജയൻ പിറ്റേ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ED റെയ്ഡ് സഖാവ് പിണറായി വിജയനെതിരെ അല്ലായിരുന്നു, വീണ വിജയനെതിരെയായിരുന്നു. ആ വീണ വിജയനെതിരെ നടത്തിയ ED റെയ്ഡിലാണ് ഈ പാവങ്ങൾ ഇപ്പോൾ EDയെ ആക്രമിച്ച് ജയിലിൽ പോയി കിടക്കണത്. ഈ ജയിലിൽ കിടന്ന അത്രയും ദിവസം ആ സഖാവ് വല്ല പണിക്കും പോയിരുന്നെങ്കിൽ നമ്മളെ ശിവൻകുട്ടി അദ്ദേഹം വിട്ട് ആ വീട്ടിലെ ചുമരുകൾക്ക് വൈറ്റ് വാഷ് അടിക്കായിരുന്നു, അതിനുള്ള പൈസയെങ്കിലും കിട്ടിയിരുന്നു. ഈ പാവങ്ങൾ ജയിലിൽ പോയി കിടക്കണം. ആർക്ക് വേണ്ടിയാണോ സമരം നടത്തിയത് അവരൊക്കെ നല്ല AC റൂമിൽ സ്വിച്ചിട്ടാ ചൂടുവെള്ളം വരണതും തണുത്ത വെള്ളം വരണമെങ്കിൽ അടുത്ത സ്വിച്ചിട്ടാ തണുത്ത വെള്ളം വരണതും അങ്ങനെയുള്ള 5 സ്റ്റാർ ഫെസിലിറ്റീസ് ഉള്ള റൂമുകളിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ജയിലറകൾക്കുള്ളിൽ കുരങ്ങനെ കൊണ്ട്
ചൂടുചോറ് വാരിക്കുകയാണ് ചെയ്യണതെന്ന് മനസ്സിലാക്കിയ നിങ്ങൾക്ക് നല്ലത്. കാരണം പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികൾക്കാണ് നിങ്ങളെ സമരം ചെയ്യാൻ പോയി ED ആക്രമിച്ച് ഉള്ളിക്കിടക്കണത് എന്ന് മാത്രം മനസ്സിലാക്കുക. അത് വ്യക്തമായ ഒരു സന്ദേശമാണ് മുൻ മന്ത്രി നമ്മളുടെ ശിവൻകുട്ടി അദ്ദേഹം ആ ഫോട്ടോയിലൂടെ നൽകിയിരിക്കുന്നത്. അല്ലാതെ അദ്ദേഹം അത് വെറുതെ ഒന്നുമല്ല. കാരണം ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നത് കാരണം മനസ്സിലാക്കുക, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിണറായി വിജയൻ്റെ മകള് പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പിണറായി വിജയൻ്റെ മകള് ED റെയ്ഡ് കഴിഞ്ഞ് പോയി അത്യാധുനിക സൗകര്യങ്ങളോടെ കിടന്നുറങ്ങുമ്പോൾ ഇത്രയും ചെറിയ വീട്ടിൽ നിന്നുള്ള ഒരു വ്യക്തി ജയിലിൽ കിടന്നുറങ്ങണം. അതാണ് അദ്ദേഹം നൽകിയ ആ സന്ദേശം.